ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വണ്ണമൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ നമ്മൾ രാത്രി തന്നെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. കൂടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് ചെറുപയർ എത്രയാണോ എടുത്ത് അതിൻ്റെ ഒരു പകുതിയോളം, ഏകദേശം പകുതിയോളം ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടൊരു മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒത്തിരി ഉഴുന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇനി ഇത് രണ്ടും ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2-3 ലീഫ് കറിവേപ്പില, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിത് നന്നായിട്ട് തന്നെ ചെറുപയറും ഉഴുന്നും ഒക്കെ കൂടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ദോശയുടെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾക്കിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. കാരണം നമ്മൾ ദോശയായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതേ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ നല്ല ചൂടായ തവയിലേക്ക് ബാറ്റർ ഒഴിച്ച് ദോശ പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉടനെ തന്നെ മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് പുളിപ്പിച്ചതിന് ശേഷം നോർമലി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെയും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ദോശയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ദോശ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ആവശ്യാനുസരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെറുപയർ ദോശ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറുപയർ ദോശ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറുപയറിൻ്റെ നല്ല അടിപൊളി തോരനും എടുത്തിട്ടുണ്ട്. കൂടെ ഒരു കുക്കുംബറും ഒരു ചെറിയൊരു കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ കറീൻ്റെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീലാണ്. രാവിലെ തന്നെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്